നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് സാരി കാണാം. സെമി ടസറുണ്ട്, ഒരു കോട്ടൺ ഉണ്ട്, കാണിക്കാം കേട്ടോ. സെമി ടസറിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് എനിക്ക് തോന്നിയ ഒരു കോമ്പിനേഷനാണ് ഇതുണ്ടോ, ഈ ഒരു കോമ്പിനേഷൻ. ഇവിടെ വരുമ്പോൾ നല്ല ഡാർക്ക് മെറൂൺ, കോഫി മെറൂൺ കളറ്, കോഫി മെറൂൺ, വൈൻ മെറൂണൊക്കെ ആ ഒരു മിക്സ് ആയിട്ടുള്ള കളറ്. ഇവിടെ വരുമ്പം ഒരു ക്രീം ഷെയ്ഡ് വരും. നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ഫങ്ഷൻ വെയർ സാരിയുടെ നല്ലൊരു ലുക്ക് കിട്ടും. ഫങ്ഷൻ വെയർ സാരി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. എന്നാൽ അത് നോർമൽ വെയർ സാരികളുടെ ഇതേ ഉള്ളൂ. പിന്നെ ടസറിൻ്റെ ആ ഒരു ടെക്സ്ചറും, ടസർ സെമി ടസറാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ബാട്ടിക് പ്രിൻ്റ് വരുന്ന മുന്താണി. ബ്ലൗസ് ഇത് കണ്ടോ, ഈ ഒരു ബോർഡർ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇപ്പം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണെന്നറിയത്തില്ല, ഈ ക്രീം വൈറ്റ് ഇങ്ങനത്തെ കളറുകൾക്ക് ഭയങ്കര ഡിമാൻഡ്. ഏത് ഇപ്പോൾ അത് ഫങ്ഷൻ വെയർ ആട്ടെ ഡെയിലി വെയർ ആട്ടെ എന്തും വൈറ്റും ക്രീമും ഭയങ്കര ഒരു ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ നല്ലതായിട്ടറിയാം. ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര ആവശ്യക്കാർ കൂടുതലാണ്. ഇത് സെയിം സാരി തന്നെ, കോമ്പിനേഷൻസ് വ്യത്യാസം. ഇത് യെല്ലോ കളറ്, ബോഡിക്ക് ക്രീം കളറ്, എല്ലാം ഒന്നിനൊന്ന് മികച്ച, ഒന്നുപോലും അതാണ് നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക്. സത്യം, പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഏതാ കുറച്ചും കൂടെ നല്ലത് എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കെല്ലാം ഓരോ ഫേവററ്റ് കളർ കാണുമല്ലോ, ഇവിടുത്തെ കളറുകൾ വരുന്നത്. അപ്പോൾ അത് നോക്കിയോ, ഇല്ലാത്ത കളർ നോക്കിയോ, കാണുന്നത് ഭംഗിയാണെന്ന് തോന്നുന്നു ഒക്കെ നോക്കിയോ ഒക്കെ എടുക്കാം. മുന്താണി ഒന്നുമില്ല, ബ്ലൗസ് സെയിം തന്നെ, പ്ലെയിൻ. കേട്ടോ, ഇത് ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ, ഫസ്റ്റ് വാഷെങ്കിലുവേ മിനിമമേ. കാരണം എന്നാണെന്നറിയാമോ, ഇത് കളറ് പോകുന്നോ അങ്ങനെയൊന്നും ഉള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ലൈറ്റും ഇവിടെ ഡാർക്കും അല്ലേ വരുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിനകത്തൊരു പ്രശ്നം വരണ്ട എന്നോർത്താണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ അത്രമേൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഷാമ്പു വാഷോ വല്ലതും ചെയ്താലും കുഴപ്പമില്ല. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും ക്രീമും നല്ല ഭംഗിയല്ലേ കാണാൻ. ഇത് മുന്താണി, നല്ല ആ ടസറിൻ്റെ നല്ലൊരു ലുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ആ ടസറിൻ്റെ ആ ടെക്സ്ചറും കൂടെ കൂടി വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ബ്ലൗസ് ആണെങ്കിലും ബ്ലൗസ് ആ ടസറിൻ്റെ തന്നെ ആ ഒരു ഇതുള്ള സ്റ്റഫുള്ള മെറ്റീരിയൽ വന്നിട്ട് കയ്യിലിങ്ങനെ ബോർഡറൊക്കെ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതെന്നു ചോദിച്ചാൽ ലൈറ്റ് ഷെയ്ഡ് ഉള്ളവർക്കും ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്കും ഒരുപോലെ പറ്റുന്ന സാരി ഉള്ളവർക്കല്ല, ഇഷ്ടപ്പെടുന്നവർക്ക്. ലൈറ്റ് ഷെയ്ഡ് പ്രിയപ്പെട്ടതായിട്ടുള്ളവർക്കും ഡാർക്ക് ഷെയ്ഡ് പ്രിയപ്പെട്ട രണ്ടിൻ്റെയും കൂടെ ഒരു സംഗമം എന്നെ വലിയ കാര്യമല്ലേ, എന്താ അല്ലേ. ഇത് വന്നിട്ട് മെറൂൺ കളർ, റെഡിഷ് മെറൂൺ ബോർഡർ. ഇവിടെ വരുമ്പം റെഡിഷ് മെറൂണിന് ചേരുന്ന ഒരു ക്രീം ഷെയ്ഡ് വരുന്ന, ഇവിടുത്തെ ഒരു ഷെയ്ഡുമായിട്ട് സാമ്യമുണ്ട്. ഇവിടുത്തെ ഇത് വരുമ്പോൾ ആ ക്രീമേലോട്ടൊരു ചെറിയ റെഡിൻ്റെ ഒരു ആ ഡൈയിങ്ങിൻ്റെ ഒരു ഇതാണ്, ഒരു ക്രീമെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ റെഡിൻ്റെ ഒരു ചായൽ കയറുന്നുണ്ട് ചെറുതായിട്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ചുവപ്പല്ല, മെറൂണാണ് കൂടുതലും, റെഡിഷ് മെറൂൺ, ഡാർക്ക് മെറൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് ബ്ലൗസ് വില പറഞ്ഞോ, അറിയാലോ അല്ലേ വില. ഇവിടെ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ, മുന്തിരി കളർ, മുന്തിരിയുടെ ഡാർക്ക് കളർ. ഇത് ഇവിടെ ക്രീം ഷെയ്ഡ്, നമ്മുടെ സീഡ്ലെസ് മുന്തിരിയില്ലേ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ലിനൻ സാരി. ആ ടൈപ്പ് സാരി തീർന്നേ. എല്ലാം ഇന്നൊരു ബാട്ടിക് പ്രിൻറ്റിനാണ് കൂടുതൽ. അതും അതെ ഇതും അതെ, ഇങ്ങനെ
ഇത് കാണിച്ചേ, കണ്ടോ ഇങ്ങനെ വരും സാരി. മുന്താണി, ഈ സാരിയുടെ മുന്താണിയാണിത്. നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറ് അല്ലെങ്കിൽ വൈൻ കളറ് ഇങ്ങനെ വരും. ബോഡിയിൽ മസ്റ്റാർഡ് യെല്ലോ, ഇങ്ങനെ ഫുള്ള് ബോഡി മസ്റ്റാർഡ് യെല്ലോ, മുന്താണി മാത്രം ഇങ്ങനെ. ബ്ലൗസും ഇങ്ങനെ, ഇതാണ് ബ്ലൗസ്. ഇങ്ങോട്ട് തന്നെയാണോ കാണിക്കുന്നത്? ബ്ലൗസിന് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. അപ്പോൾ അതിനുണ്ടല്ലോ, അതാണ് ഒരു ചെറിയ ഫങ്ഷൻ ലുക്ക് നമുക്ക് ഉണ്ടാക്കുന്ന സാധനം. നല്ല സോഫ്റ്റാണ്. നമ്മുടെ ലിനൻ്റെ ഒരു മെറ്റീരിയൽ തന്നെ, അതുപോലെ സ്റ്റഫ് ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ നല്ല ഇനിയുള്ള കാലാവസ്ഥയ്ക്ക്, ഇനിയിപ്പോൾ അങ്ങോട്ട് ചൂടിൻ്റെ പെരുമഴയല്ല, പെരുമഴയാകുന്നെങ്കിലല്ല, ചൂടിൻ്റെ പെരുമഴയല്ല, ചൂടിൻ്റെ പേട്ടയാണല്ലോ. അപ്പം നല്ല സുഖമാണ്, ബോഡിക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ള ടൈപ്പ് സാരി, ലിനൻ മിക്സാണ്, കോട്ടൺ ലിനൻ എന്ന് പറയാം. ബഗൽപൂരിയുടെ ഒക്കെ ഒരു ഇത്. കണ്ടോ, ഇത് വരും ബോഡി. ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ്, ചില്ലി റെഡ് അല്ലെങ്കിൽ പീച്ചും റെഡും കൂടെ ചേർന്ന ഒരു കളറാണ് ബോഡിക്ക് വരുന്നത്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലാക്ക്, ബ്ലൗസും ബ്ലാക്ക്. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ബോഡി ഫുള്ള് ഇങ്ങനെ ഇരിക്കും. ബോഡി ഫുള്ള്, ബോഡിയിൽ ഇങ്ങനെ ഈ ബോർഡറുണ്ട്. ഈ ഇവിടുത്തെ ഷെയ്ഡ് കയറി വരുന്നതാണ് ആ ബോർഡറിൻ്റെ കളറ്. ഗോൾഡൻ ചെറിയയിലോട്ട് ഇവിടുത്തെ കളർ എന്നാണോ അത് കയറി വരും. അങ്ങനെ ഒരു മിക്സായിട്ടുള്ള കളറാണ് വരുന്നത്. ഇത് വരും മുന്താണി. നല്ല ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നല്ല സുഖമാണ് ഉടുക്കാനാണെങ്കിലും കൊണ്ടു നടക്കാനാണെങ്കിലും ഒക്കെ നല്ല സുഖമാണ്. പിന്നെ ഒരു ലുക്കുണ്ട് താനും. അത് ഈ ചുങ്കിടി പ്രിൻ്റ് വരുന്നത്. അങ്ങനെ ഈ ചുങ്കിടി പ്രിൻ്റ് വരുമ്പോഴത്തേനും എല്ലാവേ എന്നാന്ന് ചോദിച്ചാൽ ഈ ഡൈയിങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതങ്ങനെ ഇവിടെ ഒരു കളറ് ഇവിടെ ഒരു കളറായിട്ട് ഡൈ ചെയ്യുന്നത്. അപ്പോൾ ചുങ്കിടി പ്രിൻ്റ് അറിയാവുന്നവർക്ക് അറിയാമല്ലോ. ഇങ്ങനെ ഈ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ പൊട്ടും പൊടിയൊക്കെ വന്ന് നിന്നിരിക്കും. ടൈ ആൻഡ് ഡൈ ഒക്കെ ചെയ്യുന്നതിൻ്റെ. ഇത് ടൈ ആൻഡ് ഡൈ ഒന്നുമല്ല, ഇങ്ങനെയല്ലാതെ. ഇത് എന്നാ കളറാണ് ഇത്? ഗ്രേയോ ആഷോ? ആഷിൻ്റെ ഒരു അത് ഇതിവിടെ അല്ല, ഒരു ഡിമ്മായിട്ടുള്ള കളർ വരുമ്പോൾ മുന്താണിക്ക് നല്ല ഡാർക്ക്, നല്ല കോമ്പിനേഷൻ കേട്ടോ. നല്ല ഇതൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനോട് നമുക്ക് തോന്നും ഇതൊരു എടുപ്പില്ലാത്ത കളറാണെന്ന് തോന്നും. പക്ഷേ ഇങ്ങനത്തെ കളറിനാണ് ശരിക്കുള്ള എടുപ്പ്. നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ. എന്നിട്ട് മുന്താണിയിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡാർക്ക് വരികയും ചെയ്യും. ബ്ലൗസും ഡാർക്ക്. അങ്ങനെയൊന്നോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൗസ് ഈ ഭാഗത്ത് ഡാർക്ക് വന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ബോഡിക്ക്. ഇതിനൊരു ഗ്ലോ ഉണ്ടോ? ഇല്ലേ? അതെനിക്ക് തോന്നുകയാണോ? ചെറിയൊരു ഗ്ലോ പോലെ ഉണ്ട്, ചെറുത്. കോട്ടൺ സാരി ഇതാ. നമുക്കൊരു പ്യുവർ കോട്ടൺ സാരി കാണിക്കാം. ഇതിൻ്റെ മോഡൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടേ. കണ്ടോ, നല്ല കോട്ടൺ സാരിയാണ്. ഇനിയിപ്പോൾ കോട്ടൺ സാരികൾക്കൊക്കെ ഡിമാൻഡ് ഏറും. കോട്ടൺ സ്റ്റഫൊക്കെ വരുന്നത് കാരണം ചൂടൊക്കെ അല്ലേ. ഇതാണ് സാരി. നല്ല ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ലൈറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ഇങ്ങനെ ഒരു തവിട്ട കളർ പോലെ അങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒരു ഇത് ഫുള്ള് ഇങ്ങനെ ബോഡി. മുന്താണിയുടെ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെ. ആ ബ്ലൗസ് റണ്ണിങ് അത് തന്നെ ഇടുന്നതിനേക്കഴിഞ്ഞ് നല്ലത് ഈ കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഗ്രീൻ ഇടുവാണെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും. ഇങ്ങനെ കണ്ടോ, കോട്ടൺ സാരി, പ്യുവർ കോട്ടൺ, നല്ല സ്റ്റാർച്ചൊക്കെ ഉള്ള കോട്ടൺ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. ബ്ലൗസ് അതാണ്. ഇതെന്നെ റണ്ണിങ് വെച്ചതെന്നൊക്കെ. സോറി കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഇനി അതിന് വേണ്ടി പോകണ്ട, ഈ കളർ ബ്ലൗസ് ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇതിട്ടോ. ഇതാണ് ബോഡി കയ്യിലെ ബോർഡർ. എന്തുവാ നോക്കാതെ അല്ലേ.
ഇതെന്നാന്നറിയോ, കട്ട് ചെയ്താൽ അതിനകത്ത് ബ്ലൗസേ, ഇതിനകത്ത് ബ്ലൗസ് വേറെ സെപ്പറേറ്റ് ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. എൻ്റെ ബ്ലൗസ് എന്ത് ചെയ്യുക, ചാടി പോയിട്ടുണ്ടോ? ഇതിനകത്ത് കാണുമായിരിക്കും അല്ലേ? ഒന്നുമില്ല, ബ്ലൗസ് ഈ യെല്ലോ കളറായിരിക്കും. അത് ഇതാണ് ബ്ലൗസ്, യെല്ലോയും പർപ്പിളും, ഡാർക്ക് പർപ്പിളാണോ മെറൂൺ ആണോ എന്നോ തെറ്റിദ്ധരിക്കുന്ന രീതിക്കുള്ള പർപ്പിൾ. ഇതാണ് ബോഡി. നല്ല എടുപ്പുള്ള സാരി കേട്ടോ ഇത്, നല്ല എടുപ്പായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ. കളർഫുള്ളായിട്ട് നല്ല ഇതായിട്ടിരിക്കും. മുന്താണി ഇങ്ങനെ, ഈ മുന്താണിയിലേ ഇങ്ങനെ ഒരു കളർ കയറിയിട്ടുണ്ട്. അതൊരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്, ചെളി പിടിച്ചിരിക്കുന്ന അങ്ങനെയൊന്നും ഇരിക്കരുത്. ഇത് ഇങ്ങനത്തെ കോട്ടൺ പ്രിൻറ്റ് വരുന്നതും ചുങ്കുടി പ്രിൻറ്റ് വരുന്നതിൽ എല്ലാത്തേലും ഉണ്ട്. ചുങ്കുടി പ്രിൻറ്റിൽ എവിടെയും കാണാം നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊരു ഇവിടെയുള്ള കളറുകൾ കയറി എത്ര കെയർഫുള്ളായിട്ട് ചെയ്താലും അങ്ങനെ പറ്റുന്നതായിരിക്കാം, അവിടെ കയറി വന്നിട്ടുണ്ട്. അതാ മുന്താണിയുടെ ഒരു വശത്ത്. ബ്ലൗസ് ആ കുലുക്കിയിട്ട മതി, ബ്ലൗസ് ചാടിപ്പോരും. മെറൂണല്ലേ? പിന്നെ മെറൂണ് മഞ്ഞ. വേറെ എന്നാ കളറെന്ന് പറഞ്ഞേ? അതാ നല്ലത്, ഒന്നും പറയണ്ട. മെറൂണ് മഞ്ഞ ബ്ലൗസ്. ഇത് നല്ല എടുപ്പായി ബ്ലൗസ് ഇട്ട് കഴിയുമ്പോഴത്തേനുമേ. വില അറിയാലോ അല്ലേ? ബ്ലൗസ് കുലുക്കിയിട്ട് വരുന്നില്ലല്ലോ, താഴെയുണ്ട്, താഴെ വന്നു. ഇത് പിങ്കിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ ഒരു ഈ ചെറുപയറിൻ്റെ ഒക്കെ ഒരു ഗ്രീൻ ഇല്ലേ, അതല്ല, അത് പ്യുവറല്ല, ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡ്, ചെറുപയറിൻ്റെ പച്ചയുടെ നേർത്ത് വരുമ്പം വരുന്ന ഒരു ഷെയ്ഡ് ഇവിടെ. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ ഈ ഡൈയിങ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടും പൊടിയും ഉണ്ടോ, ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടോ, കറക്റ്റ് അല്ലാതെ അങ്ങനെ വരും കേട്ടോ, അതുള്ളതാണ് അങ്ങനെ. ഇത് ബ്ലൗസ്. നല്ല സാരിയാണ്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ സുഖമല്ലേ, കോട്ടൺ സാരി ഉടുത്ത് വെച്ചാൽ കിട്ടുന്ന ഭംഗിയല്ലേ, എന്നാ ഭംഗിയായി. ആ ഒരു കറക്റ്റ് നല്ല പിടിച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഒരു ഡേ ഫുൾ അല്ലേ. അങ്ങനെ ഉടുക്കാൻ പറ്റണം, അതാ പ്രശ്നം. നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിങ്. ഒരു കാരണവശാലും ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. പിന്നെയും പറയാം, കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞാലും പിന്നെയും പലരും ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരു വലിയ പർട്ടിക്കുലർ അവരുടേതായ റീസൺസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങ് ഹോൾഡ് ചെയ്ത് പോകും. എന്നിട്ട് ഏറ്റവും അവസാനം ആളുമില്ല, ഒന്നുമില്ല, ചോദിച്ചവർക്ക് അതൊട്ട് കിട്ടത്തുമില്ല. അത് ആഗ്രഹിച്ച ആൾക്കാർക്ക് കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ടേ അയ്യോ ആഗ്രഹദോഷം കിട്ടുമായിരിക്കും. ആഗ്രഹിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ വേറെ. ഇനി അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് ഏത് കസ്റ്റമർ ആയിക്കോട്ടെ ഹോൾഡ് ചെയ്ത് കൂടി വന്നാൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആഗ്രഹിച്ചവർക്ക് കൊടുക്കാനും പറ്റില്ല. ലാസ്റ്റ് പീസൊക്കെ ആയിരിക്കുമേ. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ചില സമയത്ത് സ്റ്റോക്ക് തീർന്നു പോകും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.